അഭിമന്യു കൊലക്കേസിലെ പ്രധാന തെളിവുൾപ്പെടെ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായതിൽ ആഭ്യന്തര വകുപ്പ് മറുപടി പറയണമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPM-ഉം തമ്മിൽ ശക്തമായ ധാരണയുണ്ട്. പ്രധാന പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും കെ. സുരേന്ദ്രൻ ആരോപിച്ചു. പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് കേവലം ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല, രാഷ്ട്രീയ തലത്തിലുള്ള കളികളുമാണ്. സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടും CPM-ഉം തമ്മിൽ ശക്തമായിട്ടുള്ള ധാരണയാണുള്ളത്. നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ PFIയെ സഹായിക്കുന്ന നിലപാടാണ്, ഭീകരവാദികളെ സഹായിക്കുന്ന നിലപാടാണ് രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയിട്ട്. എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്യാമ, ഇപ്പോൾ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു ഈ രേഖകൾ നഷ്ടപ്പെട്ടതിൽ എന്നതാണ് പുതിയ വിവരം. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പോലീസിന് എന്തെങ്കിലും സൂചനകളുണ്ടോ, സംശയമുണ്ടോ? അതിൻ്റെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇത് കോടതിക്കുള്ളിൽ നടന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പരാതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കക്ഷികൾ പോലീസിനെ സമീപിക്കാതെ ഈ വിഷയത്തിൽ പോലീസിന് അന്വേഷണം നടത്തുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ പരാതി ആദ്യം വരട്ടെ എന്നുള്ളതാണ് പോലീസ് നിലപാടെടുത്തിരിക്കുന്നത്. ഏതായാലും ഹൈക്കോടതി ഇപ്പോൾ ആഭ്യന്തര അന്വേഷണത്തിന് ഈ വിഷയത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കുറ്റകൃത്യം നടക്കുകയും അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അന്വേഷണ സംഘം കോടതിയെ വിശ്വസിച്ചേൽപ്പിക്കുന്ന തെളിവുകൾ, അത് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ വെരിഫൈ ചെയ്ത് സൂക്ഷിക്കുന്ന ആ തെളിവുകൾ എങ്ങനെ കോടതിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത് മറുപടി പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം നടക്കേണ്ട വിഷയമാണ്. ഇതിന് കോടതിക്ക് അന്വേഷിക്കുന്നതിന് ഒരുപാട് പരിധികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അന്വേഷിക്കാൻ സാധിക്കുക പോലീസാണ്. സ്വാഭാവികമായും പോലീസ് ഈ വിഷയത്തിൽ കോടതിയിൽ നടന്ന ഒരു നടപടി എന്ന രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോവുകയാണ്. അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് ഇതിൽ പല രീതിയിൽ ഈ അന്വേഷണം നടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഏതായാലും അഭിമന്യു കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ ഈ രേഖകൾ നഷ്ടമായത് വളരെ ഗൗരവത്തോടെയാണ് ഹൈക്കോടതി അടക്കം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പുറത്തറിയാനായിട്ട് കാത്തിരിക്കുകയാണ് വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും എല്ലാവരും. വിജയകുമാർ. ശ്യാമ, ഇതിൽ ഹൈക്കോടതിയുടെ ആഭ്യന്തര അന്വേഷണം മാത്രം മതിയാകുമോ ഇത് ഈ രേഖകൾ പോയതിൽ? അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിൽ ബോധപൂർവമായി രേഖകൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു തരം ക്രിമിനൽ ആക്ടിവിറ്റി തന്നെയാണല്ലോ. അത് ഈ കുറ്റക്കാരെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ രേഖകൾ നഷ്ടപ്പെടുത്താനൊക്കെയുള്ള ബോധപൂർവമായ നീക്കമാണല്ലോ. അങ്ങനെയുണ്ടെങ്കിൽ അപ്പോൾ ആ നിലയ്ക്കുള്ള പരിശോധന കൂടി വേണ്ടേ? അത് ഇനി പോലീസിന് ആരാണ് അക്കാര്യത്തിൽ പരാതി നൽകേണ്ടത്? കോടതിയാണോ പരാതി നൽകേണ്ടത്? അതോ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പോലീസിനെ അറിയിക്കുകയാണോ? എന്താണ് അതിൻ്റെ നടപടിക്രമം? വിജയകുമാർ, ഈ വിഷയത്തിൽ ഇന്നലെ പോലീസുമായി സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ ഒരു പരാതി, അത് കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായി എന്നുള്ളതിൽ ഒരു പരാതി ലഭിച്ചാൽ പോലീസ് നിയമോപദേശം തേടും. അത് അഭിമന്യുവിൻ്റെ ബന്ധുക്കളോ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കക്ഷികളോ ആണ് പരാതി നൽകുന്നതെങ്കിൽ പോലീസ് ഒരുപക്ഷെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തും. കാരണം ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ നിലവിൽ കേരളത്തിലുള്ള ഒരു ഏജൻസി അത് പോലീസ് തന്നെയാണ്. കോടതിയിൽ നിന്നൊരു വസ്തു കാണാതെ പോയി എന്ന് പറയുമ്പോൾ അത് മോഷണമാണ്. സ്വാഭാവികമായും ആര് മോഷ്ടിച്ചു, എങ്ങനെ മോഷ്ടിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ള ഒരു ഏജൻസി പോലീസാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഈ വിഷയത്തിൽ അനിവാര്യമായി മാറുകയാണ്. പക്ഷേ ഇതുവരെ ഒരു പരാതി ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം. കോടതിയുടെ ആഭ്യന്തര അന്വേഷണം അത് കോടതിയുടെ പരിധിയിൽപ്പെട്ട കാര്യമാണ്. പിന്നീട് അത് പോലീസിനെ അറിയിക്കുമോ എന്നുള്ളത് ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കോടതിക്കുള്ളിൽ പബ്ലിക് ഡോക്യുമെന്റായി സമർപ്പിക്കപ്പെട്ട തെളിവുകൾ മോഷണം പോയി, കാണാതെ പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മോഷണ കുറ്റമാണ്. അത് അന്വേഷിക്കേണ്ടതില്ല എന്നൊരു ചോദ്യം കൂടി പൊതുസമൂഹം. ശരി ശ്യാം, എന്തായാലും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നാടാകെ ചർച്ച ചെയ്ത ഒരു കേസിലെ പ്രധാനപ്പെട്ട രേഖകളാണ് കോടതിയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ ഉണ്ടാവുക എന്നാണ് സൂചന. ശ്യാമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.